വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിലാണ്. എൻ്റെ എല്ലാ വീഡിയോസും തുടങ്ങുന്നത് ഞാനിപ്പോൾ ഷോപ്പിലാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ കൂടുതലും ഷോപ്പിലോട്ട് വരാറുണ്ട്, എല്ലാ ദിവസവും മുടങ്ങാതെ വരാറുണ്ട്. കാരണം എനിക്കിവിടെ ഇപ്പോൾ ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 ബ്രൈഡൽ ബ്ലൗസസ് എടുത്ത് വെച്ചിരിക്കുകയാണ് സ്കെച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇച്ചിരി നല്ല ഗ്രാൻഡായിട്ട് വേണമെന്ന് പറഞ്ഞത് സ്ഥിതിക്ക് തന്നെ നല്ല രീതിക്ക് ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് ഗൂഗിൾ ബിസിനസ്സിൽ കുറച്ച് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ അറിയിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാനിപ്പോൾ സൺഡേ ആണ് ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഷോപ്പ് എല്ലാ സൺഡേസും ഓപ്പൺ ആയിരിക്കും. നമുക്ക് മൺഡേസ് ആയിരിക്കും ഇനി മുതൽ ലീവ് വരിക. ഓക്കെ, ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് മൺഡേസ്, എല്ലാ മൺഡേസും നമുക്ക് ലീവായിരിക്കും. അതിന് പകരം നമ്മൾ ട്യൂസ്ഡേ ടു സൺഡേ ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൺഡേസും വരാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. കാരണം ഒരുപാട് പേർക്ക് ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് വരണം എന്നുണ്ട്, പക്ഷെ അവരുടെ ടൈമിംഗ് ഒന്നും കറക്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മളിവിടെ 7 മണിക്ക് ക്ലോസ് ചെയ്യുമല്ലോ, അവരൊരു 6 കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണെങ്കിലും എത്താൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം തന്നെ നമ്മൾ ടൈമിംഗ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡേയ്സ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു, വളരെ സന്തോഷം. കാരണം ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഒരുപാട് പേർക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി പാസ് ചെയ്തിട്ടൊക്കെ പോകുന്നവർ കയറുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അത് കാരണം നമ്മൾ ഇനി മുതൽ സൺഡേസും ഓപ്പൺ ആയിരിക്കും. പിന്നീട് നമ്മുടെ ഓൺലൈൻ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു 11 to 5:30 ആണ് നമ്മുടെ ഓൺലൈൻ ഓപ്പറേഷൻ എല്ലാം നടക്കുക. അപ്പോൾ അതും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെസ്പോൺസ് തരുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം അത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ അതെല്ലാം നല്ല രീതിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതിലൊന്നും ഒരു ഇതും വരുന്നില്ല, നല്ല രീതിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വേറൊരു കാര്യം എനിക്ക് അറിയിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ വെബ്സൈറ്റ് ഇനി മുതൽ റണ്ണിങ് ആണ്. ദാറ്റ് ഈസ് www.labelanuradaNayar.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ് നമ്മുടേത്. നേരത്തെ ഉണ്ടായിരുന്ന പവില വെബ്സൈറ്റ് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളൊരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പവിലയിലാണ് നിങ്ങൾ ഇൻ കേസ് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്ത് നമ്മുടെ മെയിൻ വെബ്സൈറ്റിലേക്ക് വരാനായിട്ടുള്ള ലിങ്ക് എല്ലാം അവിടെ തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ www.labelanuradaNayar.com ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ അതും എല്ലാം നമ്മൾ ഗൂഗിൾ ബിസിനസ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഷോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ തന്നെ ചെക്കൗട്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു വിത്തിൻ 7 days ആയിരിക്കും അതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉടനെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു കുറച്ച് താമസം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക. കാരണം എമർജൻസി ആണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ എത്രമാത്രം എമർജൻസി നിങ്ങൾ ഉണ്ടെന്നുള്ള രീതിക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് അത് ഉടനെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇൻ കേസ് മെറ്റീരിയൽ എന്തെങ്കിലും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡിലേ എത്രയാണോ നമ്മൾ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ വളരെ സന്തോഷം, നല്ല റെസ്പോൺസ് ഉണ്ട് ഇപ്പോൾ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം എസ്പെഷ്യലി നമ്മുടെ ഇപ്പോൾ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള കോട്ടൺ കലാഷിന് നല്ല റെസ്പോൺസ് ഉണ്ട്, ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് എസ്പെഷ്യലി ആ മെറ്റീരിയലുമൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, മെറ്റീരിയലിൻ്റെ കാര്യമെല്ലാം. അപ്പോൾ അതിൽ വളരെ സന്തോഷം. ഓക്കെ, ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഓണം കളക്ഷൻ ലോഞ്ച് ചെയ്തില്ലേ, താമര മോട്ടീവ്സ് ഒക്കെ ഉള്ള, അതിൽ കിട്ടിയ ഒരു ഹാപ്പിനെസ് എനിക്ക് ഇതിലിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ വളരെ 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 താങ്ക്സ് അപ്പോൾ ആ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് പേര് വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെയധികം സപ്പോർട്ടീവാണ്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്രമാത്രം സന്തോഷിച്ചിരിക്കുകയാണെന്നുള്ളത്. അപ്പം ഇപ്പം കുറച്ച് ബ്രൈഡൽ വർക്ക്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്കെച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് ഞാൻ തിരക്കിലാണ്. അപ്പോൾ
ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് കാണും, അവർക്ക് ചേരുന്ന രീതിക്ക് എന്ത് പെയർ ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ ഡൗട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പം ഞാനിവിടെ കാണും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന ചേരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം. കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നമുക്ക് മെറ്റീരിയലും ഡിസൈൻസും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം പിന്നെ നമ്മളിവിടെ നല്ല രീതിക്ക് ഹാൻഡ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സാരി നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷൈനി ഷിഫോൺ മെറ്റീരിയൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാരി ഫിനിഷ് ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം സിംഗിൾ പീസസ് ആയിട്ടായിരിക്കും ഇനി ചെയ്യുക. കാരണം അതിനൊരു എന്താ പറയുക, അതിനെ തന്നെ ഒരു വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യാതെ എല്ലാം സിംഗിൾ പീസസ് ആയിട്ടായിരിക്കും ഡിസൈനർ സാരീസ് ഇനി മുതൽ ലോഞ്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വഴിയെ നോക്കാം. ഇപ്പോൾ ഏതായാലും തൽക്കാലം ഞാനിവിടെ എന്താ പറയുക, ഇവിടെ വന്നു. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ഷോപ്പിലേക്ക് വന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോട്ടൺ കലാഷ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഏത് കളക്ഷനാണ് എന്നൊക്കെയുള്ള ചിന്തയിലുമൊക്കെയാണ് നമ്മളിങ്ങനെ ഏത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം സമയമാകുമ്പം യൂഷ്വലി നമ്മൾ ഒരു ടീ ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ്സും എല്ലാവരും വന്ന് ഒരുമിച്ച് ഞാനുമായിട്ട് തന്നെയായിരിക്കും ചായ കുടിക്കുക എല്ലാം. അപ്പോൾ അത് നമ്മുടെ ഒരു റൂട്ടീനാണ്. ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. മാസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യും, ഹാൻഡ് വർക്ക് ചെയ്യുന്ന ആളുമായിട്ട് ഡിസ്കസ് ചെയ്യും. കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ആ ഒരു പീരിയഡിലാണ് കുറച്ച് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയെ കാണാം. ഇതങ്ങനെ ഇനി മുതൽ ഞാൻ എടുക്കുന്ന വ്ളോഗ്സ് എല്ലാ പ്രാവശ്യവും നമുക്കൊരു ഡേ വ്ളോഗ് അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്തൊരു ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോസ് അധികം കാണുന്നില്ല ആൾക്കാർ. പക്ഷെ കുഴപ്പമില്ല, കാരണം അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെയാണ് റെസ്പോൺസിബിൾ. കാരണം ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്തൊരു ദേഷ്യം വന്നത്. അപ്പോൾ സോറി, ഐ എം റിയലി സോറി. ഇനിയിപ്പം ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്റേൺഷിപ്സിന് വേണ്ടിയിട്ട് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ കുട്ടികളെ എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതും നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ടീമിൽ ഇൻവോൾവ് ആവാൻ അവർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ റെസ്യൂമേ അല്ലെങ്കിൽ അവരുടെ CV ഒക്കെ നമ്മുടെ ലേബൽ അനുരാധ nair@gmail.com അയച്ചു തരിക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അവരുടെ CV അയച്ചു തരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് റെഫറൻസ് എല്ലാം നോക്കിയതിന് ശേഷം അവരെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് ഇനിയുള്ളത്. ഇനി എന്തെങ്കിലും ഷോപ്പ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇനി ക്രിസ്മസിന് വേണ്ടി നല്ല ഡിസൈൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിസർച്ച് വർക്കും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നെറ്റിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പുതിയ പുതിയ ഡിസൈൻസ്, മിനിമൽ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു എനിക്ക്. പൂജ വയ്ക്കുന്ന കാര്യങ്ങളും പിന്നെ മുകളിൽ എഴുത്തിനിരുത്തിയ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അമ്മയുടെ കയ്യിൽ കുറച്ച് വിഷ്വൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എടുത്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നതായിരിക്കും. കാരണം പൂജ വയ്ക്കാൻ മോളെ എടുത്തിനിരുത്താൻ പോയ സ്ഥലത്ത് എനിക്ക് ഫോണൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. മോളുടെ പുറകെ ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത അമ്മ ആദ്യമേ പൗർണമിക്കാവിൽ പോയിട്ടുണ്ടായിരുന്നു, ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ബാക്കിയുള്ള കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് അമ്മയുടെ പുറകെയാണ് ഞാൻ പോയത്. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയത്. തസ്ലിൻ ഉണ്ടായിരുന്നു, മോളും ഞാനും തസ്ലിനും കൂടെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് കംപ്ലീറ്റ് മോളുടെ അടുത്ത് എനിക്ക് ഫോക്കസ് ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഫോണും ഒന്നും കൊണ്ടുപോയി ക്യാമറയൊന്നും കൊണ്ടുപോയി എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലായിരുന്നു. പക്ഷേ മോളുടെ വിദ്യാരംഭം വളരെ നല്ല രീതിക്ക് നടന്നു. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ റീല് കണ്ടു കാണും. വളരെ ഭംഗിയായിട്ട് മോള് അമ്മയുടെ കൂടെ ഇരുന്ന് എഴുതി. അതിൽ വളരെ സന്തോഷം. എനിക്കും വളരെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ തന്നെ മോളെ എഴുത്തിനിരുത്തണം എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ നമ്മുടെ ഷോപ്പിലിപ്പം നമ്മുടെ ഫെസ്റ്റീവ് സീസൺ, ഇനിയിപ്പോൾ അടുത്ത ഫെസ്റ്റീവ് സീസൺ എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസിനും നമ്മുടെ ഷോപ്പിനെ നമ്മൾ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്.
അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ഷോപ്പിന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ് കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ അത്രയും എനിക്ക് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഷോപ്പെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയത്ത് തന്നെ എനിക്ക് വയ്യാണ്ടായി, എനിക്ക് ഡെങ്കു വന്നു. എന്നിട്ടും ഞാൻ എണീറ്റ് ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം പുറകെ നടന്നു. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാ രീതിക്കും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ കൊണ്ട് ഓരോ ഇതിൻ്റെ ഓരോ കോർണേഴ്സും ഞാൻ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ വന്ന് നോക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷേ എനിക്കിത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം എനിക്ക് ഒരു കാര്യം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് ഞാനിത് ചില കാര്യങ്ങൾ അങ്ങനെയല്ല, ഞാനിത് പറയുമ്പോൾ മോശപ്പെട്ട് നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ വഞ്ചൂർ ആദ്യത്തെ ഷോപ്പ് എൻ്റെ ഫസ്റ്റ് ഞാൻ പവില സ്റ്റാർട്ട് ചെയ്തത് വഞ്ചൂരാണ്. അപ്പോൾ വഞ്ചൂർ വെച്ചിട്ട് ഞാനിത് നടത്തിക്കൊണ്ട് പോകാൻ സമയത്ത് ഒരു കസ്റ്റമർ അവിടെ വന്നു. അപ്പം വഞ്ചൂരുള്ള ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ലെയിൻ്റെ ഉള്ളിലോട്ടാണ്. ഇപ്പോൾ വന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, അവിടെ ഒരു കമ്മട്ടം ലെയിൻ എന്ന് പറഞ്ഞ ലെയിൻ ഉണ്ട് വഞ്ചൂർ. പഴയ ഒരു ഫാഷൻ ഫാക്ടറി എന്ന് പറയുന്ന പാർലർ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു ആ ലെയിൻ. അതിന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു വഴിയുണ്ട്. അത് ആ വീട്ടിൽ ചെന്ന് കയറുന്ന ഒരു വഴിയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വളരെയധികം ആദ്യം സ്റ്റാഫായിട്ട് എനിക്ക് ഒരു സ്റ്റാഫ് പോലും ഇല്ലായിരുന്നു. എനിക്ക് ഒരു കട്ടിംഗ് മാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു, ടൈലറിങ് മാത്രം ചെയ്യുന്ന ആൾക്കാരില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. ആ കട്ടിംഗ് മാസ്റ്റർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ റെൻറ്റ് എങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ കട്ടിംഗ് മാസ്റ്ററിൻ്റെ പൈസ ഞാൻ എല്ലാ ആഴ്ചയും എനിക്ക് റേസ് ചെയ്യണം, അത് എവിടെ നിന്ന് കൊടുക്കും, ഇത്രയും ടെൻഷനൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അത് തുടങ്ങി ആ ഒരു സ്ഥലത്തുനിന്ന് ഞാനിങ്ങനെ തുടങ്ങി. ഞാൻ തന്നെയാണ് രാവിലെ പോയി ഷോപ്പ് തുറക്കുന്നത്, അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത് ഞാൻ തന്നെയായിരുന്നു. തൂത്തൊക്കെ ഇറക്കി പൂച്ചയൊക്കെ ചെയ്ത് തൂത്തിറക്കി തുടച്ചിട്ടൊക്കെ ഞാൻ തന്നെയാണ് ഷോപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഒരു സ്റ്റാഫിനെ എനിക്ക് കിട്ടിയായിരുന്നു. ആ സമയത്ത് ഞാൻ ആ സ്റ്റാഫിനെ എടുത്തിട്ട് പക്ഷെ എന്നാലും ഞാൻ തന്നെയാണ് രാവിലെ പോയി ഷോപ്പ് തുറക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേജ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഇരിക്കാൻ സമയത്ത് ഒരു കസ്റ്റമർ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു. ചിലപ്പോൾ അവരിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനങ്ങനെ ഒഫെൻസീവായിട്ട് പറയുന്നതല്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു സിറ്റുവേഷൻ ഞാനിങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് സ്റ്റോറീസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റോറീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതായത് റിയൽ ലൈഫിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസസ് ആണ് ഇതെല്ലാം. അപ്പോൾ ആ ഹസ്ബൻഡ് വൈഫ് വന്നു. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് ആ വൈഫൊന്നും പറഞ്ഞില്ല, ആക്ച്വലി പുള്ളിക്കാരി എൻ്റെ ഡിസൈൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആക്ച്വലി വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഓഹോ ഇതായിരുന്നല്ലേ കട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ ഇതാണ് ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓ ലക്ഷ്മി നായരുടെ മരുമകളെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ഷോറൂമൊക്കെ ആയിരിക്കും, ഇതൊരു ചെറിയ ഗൂഗിൾ മാപ്പിന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ചില ആൾക്കാർ അങ്ങനെയാണ്, നമ്മൾ ചിലപ്പം ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഫീലിങ്സ് മനസ്സിലാകാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഓക്കെ, ഞാൻ ആ സമയത്ത് പെട്ടെന്ന് കേട്ട ഷോക്കിൽ ഞാൻ കുറച്ച് എനിക്ക് ദേഷ്യം അങ്ങനെയൊന്നുമല്ല വന്നത്, എനിക്കൊരു വിഷമം തോന്നി. എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്കിൽ കൊണ്ടു എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അതിനെന്താ അപ്പം അങ്ങനെ ആയാൽ തന്നെ എന്താ എനിക്ക് ഇപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ ഷോറൂമും ഒക്കെ എനിക്ക് തുടങ്ങാം. പക്ഷെ അതിലെന്തൊരു ഫണ്ണിരിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷോറൂം തുടങ്ങുന്നതിനെക്കാട്ടിലും നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലാണ് അതിലൊരു രസം ഇരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് തുടങ്ങുക, നമുക്ക് ആ എക്സ്പീരിയൻസസ് എല്ലാം നമ്മുടെ മനസ്സിൽ അത് കാണും എന്നും. ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഷോപ്പിലിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ബിൽഡ് ചെയ്തതാണെങ്കിലും എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് ഓർമ്മയുണ്ട്.
അപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു, ഞാനാണെങ്കിൽ ഒരിക്കലും ഒരാൾ അങ്ങനെ പറയില്ല. കാരണം പല പല ഷോപ്സിലും ഒക്കെ ഞാൻ പോയിട്ടുള്ളതാണ്, പല സ്റ്റാർട്ടപ്സിലും ഒക്കെ ഞാൻ പോകുമ്പോഴും നമ്മൾ അവരെ കഴിയുന്നത് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ അവർ ഇത്രയും ചെയ്തല്ലോ, നിങ്ങൾ ഇത്രയും ചെയ്തല്ലോ എന്ന്, നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ ഇത്രയും ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മളൊരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരാളെ പോയിട്ടൊരു ഡീഗ്രേഡ് ചെയ്ത രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് എത്രമാത്രം അത് ഹേർട്ട്ഫുൾ ആവുമെന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ശരിയാണ്, അന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പല രീതിക്കും ഞാൻ ഇവിടം വരെ എത്തിയത്. പല രീതിക്ക് നമുക്ക് വലിയൊരു ഷോപ്പ് സെറ്റപ്പ് ചെയ്യാം, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ബിൽഡ് ചെയ്യുന്ന, നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. നമ്മൾ പതുക്കെ നമ്മൾ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുമായിരിക്കാം, നമ്മളെ വന്ന് ചീത്ത വിളിക്കുക, എന്ത് ചെയ്താലും നമ്മുടെ ആ വഴിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മൾ നല്ല നല്ല സാധനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഒരു എഫേർട്ട് അതിലിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേറൊരു എന്താ പറയുക, അതിനൊരു വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴും അത് മനസ്സിൽ വിചാരിക്കുക. ആര് എന്ത് പറഞ്ഞാലും അതിൽ ഒട്ടും തന്നെ, ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഇപ്പം എന്നെ എസ്പെഷ്യലി ഇപ്പോൾ ചില ആൾക്കാർ വന്ന് പറയാറുണ്ട് റേറ്റ് കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കോസ്റ്റ്ലി ആയിട്ട് തന്നെയല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും മണിക്കൂർ ഇട്ട് ഞാൻ തന്നെ ഒരു ഡിസൈൻ വരച്ച് ഞാൻ തന്നെ എൻ്റെ ഹാൻഡ് വർക്ക് എൻ്റെ ആളുടെ കൊടുത്ത് ഇത്രയും മണിക്കൂർ ഇരുന്ന് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനത്തിന് വിൽ ബി കോസ്റ്റ്ലി. അല്ലാതെ ആര് ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക്കിൽ നമ്മൾ ഇത്രയും ചെയ്തെടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി. അതല്ലാതെ അത് യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല. മേടിക്കുന്നവർ മേടിച്ചാൽ മതി, മേടിക്കുന്ന ആൾക്കാർ വരും. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മേടിക്കും. അപ്പോൾ എപ്പോഴും അത് മനസ്സിൽ വിചാരിക്കാം. എനിക്ക് ഇതുപോലെ പല എക്സ്പീരിയൻസും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗൂഗിൾ മാപ്പിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലമാണല്ലോ. ഇങ്ങനത്തെയൊക്കെ പല കമൻസും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ വിശ്വസിക്കില്ല, ആ സമയത്ത് എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനത്തെ കമൻസ് എഴുതി വെക്കുമായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്കത് എപ്പോഴും ചിന്തിക്കണം. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചിന്ത എൻ്റെ മനസ്സിലത് വരുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഒന്നും തോന്നുന്നില്ല ആ കാര്യം കേൾക്കുമ്പോൾ. നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആകുക, നമ്മൾ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഹേർട്ട്ഫുൾ ആയിട്ടൊരു കമൻറ്റ് പാസ് ചെയ്യാതിരിക്കാൻ നോക്കുക. നമുക്ക് അവർക്ക് സജഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടെ പുട്ടിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും റിസൾട്ട് കിട്ടുമായിരിക്കാം എന്ന് നമുക്ക് സജഷൻ കൊടുക്കാം. പക്ഷെ ഒരാളെയും ഹാം ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു കാരണവശാലും ഇങ്ങനെ സംസാരിക്കരുത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ മനസ്സിൽ ഇത് ചെയ്ത് വെച്ചേക്കണം. എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഒരാൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പം ഞാൻ അവരെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ഞാൻ ആ കാര്യങ്ങളെല്ലാം കേൾക്കും. ഞാൻ നല്ലൊരു ലിസണറാണ്. അപ്പം ഞാൻ ആ കാര്യം എല്ലാം കേൾക്കും. അപ്പോൾ അത് എന്നെ പറയുന്നൊരു കാര്യമാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്കത് ഹേർട്ട്ഫുള്ളായിട്ട് തോന്നും. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ മനസ്സിലത് വെച്ചേക്കും. ചിലപ്പോൾ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയായിരിക്കാം, വിഷൻ്റെ അടുത്ത് പറയായിരിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ അടുപ്പമുള്ള ആൾക്കാരോട് ഞാൻ ആ കാര്യം ഷെയർ ചെയ്യും എന്നല്ലാതെ ഞാൻ തിരിച്ചങ്ങനെ മോശമായിട്ട് തിരിച്ച് പറയാനോ പറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ആരെയും അങ്ങനെ ഹേർട്ട്ഫുള്ളായിട്ട് ഒരാളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കരുത് എന്നുള്ളത്. നമ്മൾ സഹിക്കണം എന്നുള്ളതല്ല, നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവുക, അത്രയും മാത്രം മതി. അപ്പോൾ എനിക്ക് ഈ കാര്യം പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോഴും ഞാനിത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ എനിക്കിവിടെ കുറച്ച് വർക്ക് ഉണ്ട്, എനിക്ക് കുറച്ച് സ്കെച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇന്ന് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള എക്സ്പീരിയൻസസ് ഇനി നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതിനനുസരിച്ചിട്ട് എന്താ പറയുക കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.